ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് 10 പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് ഗൈസ്. കാരണം ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് കുറച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ മനോഹരമായ റൂം ടൂർ ഞാൻ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒക്കെ ഇവിടേക്ക് ഒന്ന് സെറ്റ് ആക്കേണ്ടതൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനത്തിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ടുള്ളത്. മുഖം മാത്രം കെയർ ആക്കിയതുകൊണ്ട് കാര്യമില്ല, മുടിയും എൻ്റെ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഈ ഒരു ഇടയ്ക്കാണ് വന്നത്. കാരണം എനിക്ക് നന്നായിട്ട് നെറ്റ് കയറുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹെയർ ഫോൾ നന്നായിട്ട് ഉണ്ടായപ്പോഴാണ് എനിക്ക് ആ ഒരു അറിവ് എനിക്ക് വന്നത്, ഓർമ്മ എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു എങ്ങനെയെങ്കിലും ഹെയർ കെയർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ DIYs ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഹെയർ ഓയിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ ഹെയർ ഓയിൽസ് പൊതുവെ യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഹെയർ സെറ്റാക്കി എടുക്കണം എന്നുള്ള രീതിക്ക് ഞാൻ ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് എൻ്റെ ഹെയറിൽ ഞാൻ താജ്മഹൽ തന്നെ പണിഞ്ഞിട്ടുണ്ട് ഗൈസ്. കാരണം ഞാൻ അതിനകത്ത് കളർ അടിച്ചിട്ടുണ്ട്, സ്മൂത്ത് ചെയ്തിട്ടുണ്ട്, കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് ആവുന്ന രീതിക്കെല്ലാം ഞാൻ എൻ്റെ ഹെയറിനെ കൊന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഹെയർ ചത്ത് ശവമായപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സാധനം എൻ്റെ തലയിൽ കാണത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പം എൻ്റെ ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കാൻ നിങ്ങൾ കാണുന്നില്ലേ. പോരാത്തിന് ഈ ഇടയ്ക്ക് ഞാനൊന്ന് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, കാരണം എൻ്റെ ഹെയർ ഇനി വളരും സെറ്റ് ആവും എന്നുള്ളൊരു കാര്യം ഉറപ്പ് വന്നതുകൊണ്ട് ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഭയങ്കര സീനായിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർ ഇതുപോലെ നല്ല സീനായിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ നീ DIYs ഒന്നും പരീക്ഷിക്കാൻ നിൽക്കണ്ട, ഒരു ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് അയച്ചു തന്നു. നമ്മുടെ സെറൂക്കിൻ്റെ ഹെയർ ഓയിലായിരുന്നു അത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും ഇൻസ്റ്റഗ്രാമിലായാലും നമ്മുടെ യൂട്യൂബിലായാലും നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് അതിനകത്ത് കണ്ടുകൊണ്ട് ഞാനും ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1 month യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 days ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹെയറിൽ നന്നായിട്ട് എനിക്ക് ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങി. സോ ഞാൻ അതെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം, കാരണം പ്രൂഫാണ് എല്ലാത്തിനും ആവശ്യം. സോ എൻ്റെ ഹെയറിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ആ ഒരു റിസൾട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. ഇതേപോലെ ഇരുന്ന് എൻ്റെ ഒരു സ്കാൽപ്പ് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അപ്പുറത്ത് വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് ഷോർട്സും ഞാൻ ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാവും. അപ്പം നമ്മുടെ താരം ഇവനാണ്. ഇത് സെറൂഗിൻ്റെ ഹെർബൽ ഹെയർ ഫോർ ഹെൽത്തി ഹെയർ. ഇത് സെറൂഗിൻ്റെ ഒരു ഹെയർ ഓയിലാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുമ്പോഴത്തേനും ഇത് 60 നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനോ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനോ പ്രത്യേകിച്ച് സീനൊന്നും ഉണ്ടാകത്തില്ല. എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടും കിട്ടും. പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ എണ്ണയൊക്കെ കാച്ചി തരുമ്പോഴത്തേനും മുടിയൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എന്നാൽ മിക്കുള്ള വീട്ടിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. എൻ്റെ വീട്ടിലായാലും അങ്ങനത്തെ സംഭവങ്ങളില്ലാത്ത കാരണം ആ എണ്ണ നന്നായിട്ട് വീട്ടിൽ തന്നെ കാച്ചി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ നന്നായിട്ട് നറിഷ് ആക്കാനും അതേപോലെ തന്നെ ഡാൻഡ്രഫ്, താരൻ, അത് മിക്കുള്ളവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കുറേ സംഭവങ്ങൾ യൂസ് ചെയ്താലും പോകാറില്ല. അതിനൊക്കെ ഒരു നല്ല സൊല്യൂഷനാണ് ഗൈസ് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെമിക്കൽ ഫ്രീ ആണ്. ഇതിൽ കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ആക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് യാതൊരു കുഴപ്പവും നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവത്തില്ല. അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുവഴി അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേങ്ങാവുന്നതുമാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി സാധനമാണിത്. എല്ലാ ഹെയർ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഓയിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഓയിൽ നമ്മുടെ എല്ലാ ഹെയർ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ മെന്നിനും വിമനിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിലുള്ളത്. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതേപോലെ തന്നെ ബേബി ഹെയർസ് വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. കാക്കകളുണ്ട്, കരയുന്നുണ്ട്, ചെറുതായിട്ട് ഡിസ്റ്റർബൻസ് ആവുമായിരിക്കും. ഓക്കെ, പോട്ടെ. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഉലുവയില്ലേ. ഞാനൊക്കെ എൻ്റെ തലയിൽ പണ്ട് കുറേ ഇട്ടിട്ടുണ്ട്. ഉലുവയും അതേപോലെ ഉള്ളിയും അലോവേറയും കാസ്റ്റർ ഓയിലും. ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ 4. അതേപോലെ നമുക്ക് ഇതിനെ 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിന്റെ ഏറ്റവും ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു 1 hour മുന്നേ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു 5 to 10 drops നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആക്കത്തില്ലേ, ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് നമുക്കിത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 3 to 5 minutes നന്നായിട്ട് ഇത് മസാജ് ചെയ്തതിന് ശേഷം ഒരു 30 minutes അങ്ങനെ ഹെയറിനെ വിടുക. അത് നമ്മുടെ സ്കാൽപ്പിലൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു 30 minutes കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സോ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഹെയർ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് കുറേ ആയിട്ട് എൻ്റെ ഹെയർ ലൈൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഉറങ്ങാവുന്നതാണ്. സോ അത് അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് അവരുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് അവരുടെ റിവ്യൂസ് എല്ലാം അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇപ്പം തന്നെ പോയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.